ഇതേതാ ഇവനൊക്കെ? അലീനെ മോളെ എനിക്കൊരടി കൊടുക്കണം. ഹലോ ജലജ. ചിത്രഗുപ്ത. സെയിലൊക്കെ തുടങ്ങിയോ? കണി കാണിക്കാൻ നിങ്ങളാര് കണിയാരോ? തെക്കോട്ടിരുന്ന വണ്ടി ഇപ്പൊ വടക്കോട്ടായാലും ചോക്കി. അതല്ല അപ്പൊ ചന്ദ്രനെ കൊണ്ടുപോകണേ. ചന്ദ്രൻ വരത്തില്ല. ഇയാൾ ഈ ടെർമിനേറ്ററിന്റെ കണക്ക് നടക്കാതെ മനുഷ്യന്മാര് നടക്കൂ. അതല്ല ജോക്കി എന്റെ തോളത്ത് ഇയാളെന്ന് ഇറങ്ങിയാണ്. ഇറങ്ങി വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നിന്നേ, ഒന്നും അനങ്ങാറൊന്നും നിന്നേ. കണ്ട നോക്ക്, ടെർമിനേറ്ററിൽ അർണോട് നിൽക്കുന്നതാണ് നിൽക്കുന്നത്. ഇയാൾ അടിച്ചു പോയോ അതോ സിറ്റിക്കകത്തുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇയാൾ മിണ്ടണം. കേക്കാം, കേറങ്ങോട്ട്. എന്റെ ഇതേതാ ഇവനൊക്കെ? ആരാ ഇവനൊക്കെ? ഇതാര്? ഇതാരാ ഇത്? ഋഷഭാവയോ? അലീനെ മോളെ എനിക്കൊരടി കൊടുക്കണം. മോളെ ചേട്ടനൊരു ആരാ? എവിടാ മോളെ? അവിടെ മുട്ട. എനിക്ക് മാളൂട്ടാ, എടാ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് പോവാം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഇവര് വേറെ വണ്ടി പോട്ടെ, നമുക്ക് വേറെ വണ്ടി പോവാം. ഇത് വേണ്ട ജോക്കി. അല്ല വേണ്ട ഇത് കൊണ്ടുപോക്കോ. അപ്പൊ വേഗം ഒരു കലിങ്കി വിട്ടേ. കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് സംസാരിക്കണം. വേഗം ഒരു കലിങ്കി ഇട്ടുകൂടി. ഇവിടുത്തെ എല്ലാ കലിങ്കും നമുക്കറിയാത്ത കലിങ്കോ? സത്യമല്ലേ? ഈ പഞ്ചായത്തിലെ എല്ലാ കലിങ്കും. എടാ എല്ലാരും ഫോളോ അടിച്ചേക്കണേടാ, എല്ലാരും ഒന്ന് ഫോളോ അടിച്ചേക്കണേ. കലിങ്കിനൊക്കെ നല്ലൊരു സ്ഥലം കിട്ടി. തോട്ടുംകര എന്താ പറയുന്നത്. പക്ഷെ ഭയങ്കര ഇരുട്ട് മൂടിയ പോലെ ഇവിടൊക്കെ. നമുക്ക് തോട്ടുംകരയിലെ മറ്റേ തടിപ്പാലത്തിപ്പോ എവിടെയും ഒന്ന് പിടിക്കും മനുഷ്യ. നിങ്ങള് ഈ വണ്ടി ഒന്ന് കറങ്ങണ്ടേ? ഗുഹയ്ക്കകത്തോട്ടൊക്കെ അധോലോക മീറ്റിംഗ് പോലെ എങ്ങനെയുണ്ട്? ഇനി കേക്കെ വിളിക്കുമ്പോഴേ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ അഹങ്കാരം കൂടുതലാട്ടോ. വേ ഓഫ് ടോക്കിംഗ് മാറിയല്ലേ? വേ ഓഫ് ടോക്കിംഗ് മാറി കേട്ടോ. അത് ഭയങ്കരമായിട്ട് മാറി. ഭയങ്കര അതിക്രമിച്ച് എന്നോട് സംസാരിക്കുന്നതിനെ കൊണ്ടപ്പോ അത് ജോക്കിക്കും തോന്നിയല്ലേ? എന്റെ സംസാരിക്കുന്ന വേ ഓഫ് ടോക്കിംഗ് ഭയങ്കര റൂഡായിട്ടാണ് തോന്നിയത്. ജോക്കി നമ്മളെ ജംഗ്ഷനിൽ ഇറങ്ങി രണ്ട് മൂന്ന് പെൺപിള്ളേരെ കൂടെ നമ്പർ എടുത്തിട്ടെ. കാര്യം നമ്മളിപ്പോ ഓരോ പ്രാവശ്യവും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ജലജ എന്ന് വിളിച്ചാ ഞാൻ ഇന്നലെ ആ റേജിലെ ജലജയുടെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഒന്ന് ആലോചിച്ച് അവർക്ക് എന്തെങ്കിലും തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും കാണുമായിരിക്കും. അപ്പൊ ഞാൻ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിക്കുമല്ലേ പാപ്പ? അപ്പൊ എന്റെ സംസാരിക്കണ്ടേ പാപ്പ? അത് ജലജയുണ്ട്. അപ്പാപ്പൻ സ്പീക്കർ. ഹലോ ജലജ. ഹലോ ജലജ, കേൾക്കുന്നുണ്ടോ? സ്പീക്കർ. മിസ് ജലജ. ഹലോ ജലജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മിസ് ജലജ. എന്റെ 22 സെക്കൻഡ് എന്നെ ഒരുമാതിരി കളിയാക്കിയ പോലെ ഈ പെണ്ണുപിള്ള എന്റെ അടുത്ത് ഇതാ ചെയ്തത്. കഷ്ടപ്പെട്ട് ഫോൺ വിളിച്ച ഉടനെ ചോദിക്കുന്നറിയോ? അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതെ, ഞാൻ ഇത്രയും സംസാരിക്കുന്ന സമയത്ത് ആ പെണ്ണ് പറയുക, ഹലോ ഞാൻ ബിസിയാണ്, പിന്നെ വിളിച്ചാൽ മതിയോ? പിന്നെ ആ പെണ്ണുപിള്ള എന്നെ വിളിച്ചോ? ഇല്ല. അവളുടെ ഞാൻ നമ്പർ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ അവളുടെ നമ്പർ ഡിലീറ്റ് ആയോ? ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതൊന്നും ആലോചിച്ച് നോക്കി. എന്റെ അടുത്ത് കോൾ എടുത്തിട്ട് എന്ന് വെച്ചിട്ട് 22 മിനിറ്റ് ഞാൻ അശ്വം കേട്ടോണ്ടിരുന്നില്ലേ? അത്രയും ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയും ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ല. മിണ്ടല്ലേന്നാണോ? അപ്പൊ ഫോൺ എടു, ഡിലീറ്റ്. നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട. നമ്മുടെ ഫോണിൽ സ്ഥാനം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കളഞ്ഞു ഇനി 2-3 പെൺപിള്ളേരെ ഉള്ളു ഇനി കോണ്ടാക്ടില്. എന്റെ അപ്പാപ്പ സത്യം കേട്ടോ, എന്റെ ആണെങ്കിൽ നമ്പരൊക്കെ നോക്കാം പാപ്പ. ഭരത് ചന്ദ്രൻ, ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള, കോബ്ര.
ഫാദീസ് അഡ്വക്കേറ്റ് ഗർവാസീസ് അയാളൊക്കെ 2 ദിവസം വന്നിട്ട് പിന്നെ കാണാതെ പോയോ. ഈ ഗായത്രി ഒന്ന് വിളിക്കട്ടെ, എവിടാണ്? തിരക്കായിരിക്കും ജോക്കി, എന്റെ വിഷുവൊക്കെ അപ്പാപ്പ, ഞാനൊരു കാണത്തില്ലായിരിക്കും. കാര്യം പറയട്ടെ അപ്പാപ്പ, ഞാൻ ക്രൂവിലെ കുറിച്ച് കുറ്റം പറഞ്ഞ് തീർന്നില്ല കേട്ടോ. അപ്പാപ്പ ക്രൂവിലെ കുറിച്ച് കുറ്റം പറഞ്ഞ് തീർന്നില്ല. ജോക്കി അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും ജോക്കി, നമുക്കൊരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടേ, ഇയാൾ എണ്ണിട്ടിരിക്കുന്ന എന്തിനാ കുത്തിരി അങ്ങോട്ട്. സോറി, നമുക്കൊരു ഇന്റർവ്യൂ വിളിച്ചിട്ടേ ആ കൊച്ചു ശരി ഉത്തരം പറഞ്ഞാലും തെറ്റാന്ന് പറഞ്ഞെങ്കിൽ എല്ലാരും പബ്ലിക്കലി അങ്ങ് റിജക്ട് ചെയ്താലും. അത് കൊള്ളാം കേട്ടോ അപ്പാപ്പ, അത് കൊള്ളാം. ക്വസ്റ്റ്യൻസ് ഉണ്ടോ കൈ? അത് നമുക്ക് പ്രിപ്പയർ ചെയ്തു, നമുക്ക് കുറച്ച് പേരും കൂടെ വേണം. നാളെ എന്നാ വിളിച്ച, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ, എനിക്ക് ആ താല്പര്യം അങ്ങ് പോയെന്നേ. ജോക്കി ഈ മനസ്സ് മാറുന്നൊന്ന് നിർത്തണം ജോക്കി, നിങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സലിവുണ്ട് കേട്ടോ. സത്യം കേട്ടോ, പുറത്തുള്ളവർ പറയുന്നത് എനിക്ക് പീരീഡ്സ് ആണെന്ന് തോന്നാ. എനിക്ക് മനസ്സ് മൂഡ് സ്വിങ്സ് അല്ല, മനസ്സലിവ്. മൂഡ് സ്വിങ്സ് ആണ് ഉദ്ദേശിച്ചേ. അതന്നെ ആ മൂഡ് സ്വിങ്സ്. അങ്ങനല്ല പാപ്പ, ഇത് അത് കുറയ്ക്കണം ജോക്കി, അത് കുറയ്ക്കണം. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ചില സമയം ക്രൂവല നല്ലതാന്ന് തോന്നും, ചില സമയം ജലജ നല്ലതാന്ന് തോന്നും. ജലജ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത് നല്ലതായിരുന്നു, പക്ഷെ നമ്മള് ഇന്തോനേഷ്യയിലൊക്കെ ജഡ്ജന്ന് പറഞ്ഞ ചിരിച്ചു തെള്ളുക. അവള് ചിരിച്ചു തള്ളിയ പോലല്ലേ ഇപ്പം. എന്നാലും എന്റെ അടുത്ത് എന്ന് പറഞ്ഞ എന്തിനാണ് ജോക്കി? എന്റെ അടുത്ത് ഷൂ എന്ന് പറഞ്ഞ എന്തിനായിരുന്നു? എന്റെ അടുത്ത് മിണ്ടാതിരിക്കാനല്ലേ അവള് ഉദ്ദേശിച്ചത്? ജോക്കി ഞാൻ പറഞ്ഞു തീർന്നില്ല ജോക്കി. എന്നിട്ട് നമ്മള് ഒരു 4-5 പെമ്പിളാർ ഇതുപോലെ വിളിക്കുന്നു, കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീയെ കൂടെ വിളിക്കുന്നു. നമുക്ക് എന്ന് യുവത്വമാണ് വേണ്ടത്, മനസ്സിലായോ? ജോക്കി അതല്ല ജോക്കി, നമ്മൾ സെലക്ട് ചെയ്ത വേറെ ആയിരിക്കും ഈ ക്രൂവലയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പെമ്പിള്ളാരെ എല്ലാം വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിട്ട് കുറച്ച് സമയമൊക്കെ ഇരുത്തി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറക്കിയിട്ട് ആ പ്രായമായ സ്ത്രീ അകത്തോട്ട് വിളിച്ചിട്ട് ഉടനെ അപ്പോയിന്റഡ് എന്നങ്ങ് പറയുന്നു. ഏതോ അപ്പൊ ഞാൻ സീരീസ് കണ്ടേ കേട്ടോ, കോട്ടക്കേട്ട് ഇറങ്ങാൻ. പക്ഷെ അത് പറഞ്ഞ രീതിക്ക് ഉള്ളായിരുന്നു കേട്ടോ, പറഞ്ഞ രീതിയൊക്കെ അസോസിയേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇനി മറ്റേ ലോയറിന്റെ ഞാനൊരു തമാശ പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കിട്ടി കേട്ടോ. സ്പീക്കറിലാണ്. ആ ഹലോ ചിത്രഗുപ്ത, സെയിലൊക്കെ തുടങ്ങിയോ? സെയില് തുടങ്ങിയിട്ടില്ല, ഞങ്ങള് വിഷുവായിട്ട് കണി കാണിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. പോയിക്കൊണ്ടിരിക്കുവല്ലേ? ഓഫർ ഉണ്ടെങ്കിൽ പറയണേ സെയില. അതങ്ങ് മറന്ന്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളത്തില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒരെണ്ണം കൂടെ പറയാറില്ലേ, അവിടെ സെയിൽ കുറവാണ് ഇവിടെ സെയിൽ കൂടുതലാണ്. ഒന്നുകൂടെ പറയട്ടെ. കാര്യമൊന്നുമല്ല അല്ലേ വേണ്ട ജോക്കി, കൊച്ചി വിളിച്ചോ. ഹലോ, കണി കാണണോ വിഷുവിന്? ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു കേട്ടോ, നമ്മള് കണിയെ കണ്ടായിരുന്നു. സീല കണ്ടായിരുന്നോ കണി? ഇത് ഞങ്ങളിതാ കാണിക്കാൻ പൊക്കോണ്ടിരിക്കുക. നല്ല കണിയാ. കണി കണ്ടോ? ഞാൻ വർണ്ണഗുപ്തൻ ഒന്ന് കൊടുക്കാം. വർണ്ണഗുപ്തൻ ഒരു കാര്യം പറയണമെന്ന്. ഇന്നെന്താ സെയിൽ ഉണ്ടോ അവിടെ? ഇന്ന് സെയിലില്ല, ഇന്ന് ലീവാ. സെയിലുണ്ടേ ആണോ? അത് കൊള്ളായിരുന്നു കേട്ടോ അപ്പൂപ്പ, അത് കൊള്ളായിരുന്നു. പക്ഷെ ലോ ക്വാളിറ്റി ആയി കേട്ടോ, അത് നമ്മളൊരു ലോ ക്വാളിറ്റി ആയി. കൊച്ചെന്തെങ്കിലും വിചാരിച്ചാണോ ജോക്കി? പിന്നെ അന്നാ വിളിച്ചിട്ട് കണി കാണാൻ നമ്മളെന്താ കണിയാനോന്ന് ചോദിക്കട്ടെ. അത് കൊള്ളാം. അല്ല ജോക്കി വേണ്ട, വിളിച്ചേ സെയില വർണ്ണഗുപ്തന്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്നേ. സെയില കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. നിങ്ങൾ കണി കാണാൻ പോവാണോ? ആണോ? 4 വട്ടമായി കാറ് നിർത്തി ഞാൻ ഓടുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സെയില, നിങ്ങൾ കണി കാണാൻ പോവാണോ? ഹലോ കേക്കുന്നില്ലേ? കണി കാണിക്കാൻ പോവാന്ന്. കണി കാണിക്കാൻ നിങ്ങളാര് കണിയാനോ? അപ്പൊ അത് ഭയങ്കര പെണ്ണിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ജോക്കി. ആദ്യം പറഞ്ഞപ്പോ എന്റെ മൈൻഡിലെ ഭയങ്കര ലോ ആയിപ്പോയി, ഞാൻ ഇപ്പൊ കുറച്ച് ഹൈ ആയി. ഒരു മിനിറ്റ്, ഒരെണ്ണം കൂടെ വിളിച്ചങ്ങ് പറഞ്ഞാലോ ജോക്കി. വിളിക്കുന്നുണ്ടല്ലോ കള്ളക്കൊച്ച. സ്പീക്കർ ഇടാനുണ്ടല്ലേ? अरे भाईजान, तो आप कैसे हो? मैं अच्छी, आप कैसे हो? मैं अच्छा हूँ ना दोनों. मैं अच्छा है. अच्छा है अल्लाह, मैं अच्छी हूँ ना പറയാ. अच्छा हूँ. ये अच्छी अल्लाह ना, ഞാൻ अच्छा. अरे आप किधर हो? ऑफिस में. എവിടെയാ? मैं जोनी पाप साथ एक ब्रिज में अंदर जा खुदा है. നിങ്ങളുടെ മറ്റേ ആഷ് ബൂട്ട് വന്നിട്ടുണ്ട്? ആഷ് ബൂട്ടിൽ क्यों क्या? अल्लाह क्यों?
എനിക്കൊന്ന് മീറ്റ് ചെയ്യാനായിരുന്നു. വൈ ആഷ് ബ്രൂട്ടൽ? അത് കുറച്ച് പേഴ്സണലാ. അപ്പൊ അത് കേട്ടോ നിങ്ങള്? കേക്കെ നിങ്ങൾക്ക് നമ്മളില്ലാതെ എന്ത് പേഴ്സണലാണ് കേക്കെ നിങ്ങൾക്കുള്ളത്? KKPക്ക് ഇപ്പം യാസ്മിനെയും ആഷിനെയും തമ്മിൽ തല്ലിക്കണം. യാസ്മിനെ സ്വന്തം അല്ലല്ല, അതല്ലേ അയ്യോ, ഉള്ളിരിപ്പ് അല്ലല്ല. അല്ലേ? അല്ല നിങ്ങള് വേണമായിരുന്നു. പക്ഷെ പറയാൻ പറ്റുള്ളൂ. നമ്മളെ ആദ്യമേ പുറത്താക്കിയിട്ട് കഥ കടച്ചിട്ട് ഇപ്പൊ നമ്മൾ എന്താണ് വലിഞ്ഞു കയറി വരണോ ഇനിയും? നമുക്കിടയിൽ അങ്ങനെ ഈഗോ ഉണ്ടോ? ജോക്കി ഇത് ഭയങ്കര മോശമാണ് ജോക്കി. ജോക്കിയോട് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. എന്താണ് ഒരു കാര്യം ചോദിക്കട്ടെ കേക്കെ, നിങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പേഴ്സണൽ എന്ത് സംസാരിക്കണം? നിങ്ങൾക്ക് പേഴ്സണൽ ഉള്ളേ നിങ്ങൾ ആഷ് ബ്രൂട്ടലുണ്ടോന്നല്ലേ ചോദിച്ചേ? അതുമല്ല കേക്ക് ആരോടാണ് ഇത് പറയുന്നത്? ആഷ് ബ്രൂട്ടലിന്റെ ഒക്കെ തലമുത്തപ്പനോടോ? അതെ, ഉണ്ടോന്ന് ഞാൻ കല്യാണം ആലോചിക്കാൻ വിളിച്ചല്ല. എന്താണ് കേക്ക് പേഴ്സണൽ? അല്ല മറ്റേ ഗണ്ണിന്റെ കേസ് കുറച്ച് ആഷിന് സഹായം വേണമായിരുന്നു. ആഷ് കുറച്ച് ലോക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് കേട്ടു. എനിക്കും ജോണി പാപ്പുനടുത്ത് ലോക്കൽ സപ്പോർട്ട് ആഷിനുണ്ടെന്ന്. ഇന്നലത്തെ ലോക്കൽ അടി കണ്ടില്ലായിരുന്നു ദിംപപ്പു? അത് കണ്ടു അത് ഓർമ്മിപ്പിക്കല്ലേ. ദിംപപ്പുമായിട്ടങ്ങ് ജീവിച്ചു കേട്ടോ താങ്കൾ. അയ്യോ, ആ പിള്ളേര് പറഞ്ഞത് ആ കൂട്ടത്തിൽ വന്ന കള്ളൻ അയാളും. എല്ലാരും പറഞ്ഞു പാവം പിടിച്ചു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കെ, നമുക്കില്ലാത്ത മോറൽ സപ്പോർട്ടോ നമുക്കില്ലാത്ത ലോക്കൽ സപ്പോർട്ടോ ഒന്നും ഈ സിറ്റിയിൽ ഒരുത്തനും ഇല്ല. കേക്കെ പറ, എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയല്ല, ലൈക്ക് ആഷ് ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും രാവന്തിയോളം സിറ്റിയിൽ ഉണ്ടാവുന്ന ഒരാളാണ്. പുള്ളി കുറച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും നാളെ ആഷിനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പൊന്ന് ഞാനും കണ്ടിട്ടില്ല. എന്റെ പൊന്ന് കേക്കെ, ഞാൻ ആഷിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങളില്ലാത്തപ്പോ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അയ്യോ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഞാനും യാസ്മിനും ആഷൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വെള്ളത്തിനടുത്ത് പോയി മീറ്റ് ചെയ്തോളൂ. വിളിക്കാം. ഞാനൊരു കാര്യം പറയട്ടെ ബാബാ. ഇയാളൊരു പരമനാറി കേട്ടോ. ഇയാൾ ആഷിനെയൊക്കെ വിളിച്ചിട്ട് മോളിൽ കൊണ്ട് സംസാരിക്കാൻ എന്തോ. അപ്പൊ നമുക്ക് എന്ത് വില തന്നേക്കുന്നത്? നമ്മൾ ഇന്നലെ കളത്തിലിറങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ബന്ധമില്ലാതെ ആഷിനെ വിളിച്ചോണ്ടോ? ഇതെന്താണെന്നറിയോ? ഏതിനും കേസിൽപ്പെടുത്തിയിട്ട് അവനെ മറ്റേ ജയിലിൽ കയറ്റിയിട്ട് കൊച്ചാണ്ടി പറഞ്ഞു കേട്ടോ. ഇയാള് ആഷിയും യാസ്മിനും കൂടെ മലയെ പോകുന്നു. ഇയാളെന്തോ നമ്മളെടുത്ത് പറഞ്ഞു നമ്മൾ 2-3 പേരുമായിട്ട് മലയെ പോത്തുള്ളൂ. ഓഫീസിലോട്ട് കേറി ചെയ്താലോ? അടിയും കൊടുത്താലോ? ഒറ്റ ഉറ കൊടുത്താലോ? ജോക്കി കള്ള കഴിവേറി അങ്ങനെ ഇത്ര കള്ളം പറയുമല്ലോ പാപ്പ. അയാൾക്ക് വേറെ കൂട്ടുകാരില്ല, ബന്ധമില്ല, അതില്ല, ആരും അതില്ല. ഇയാളൊരുമാതിരി പോക്കണം കേട്ടവൻ. ഞാൻ ദേവക്കുട്ടിയുടെ കൂടെ കൂടിയ പിന്നാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇയാൾ കള്ളനാണ് ജോക്കി. ഇയാള് കള്ളനാട്ടോ. എനിക്ക് ഇയാളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല പാപ്പ, സത്യം പറയാലോ. ഇയാൾ ആരുമായിട്ടൊക്കെ ഇയാൾ ഈ പോയിട്ടുണ്ടെന്നായിരിക്കും ഇയാളുടെ വിചാരം. ഞാനൊരു കാര്യം പറയട്ടെ, 3 ആൾക്കാർ നിൽക്കുന്ന സമയത്ത് കേക്ക് നമ്മുടെ ആളാന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിട്ടല്ലേ ഈ മോങ്ങാമൊറന്റെ ഒരു കാര്യം അറിയോ ജോക്കി? ഇപ്പൊ നമ്മുടെ രണ്ടിനും പേര് പറഞ്ഞിട്ട് അയാൾ വെയിറ്റും കൊണ്ട് നടക്കുന്നത് അറിയോ? പുള്ളി പറയുന്ന ജോക്കിച്ചാന്റെ ആളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തൊക്കെയാണോ എന്തോ. ഇന്ത്യ എങ്ങനെ മിസ്റ്റർ കേക്ക്, പിന്നെ മിസ്റ്റർ വലിയ മിസ്റ്റർ കള്ളം കൊച്ചുണ്ടി ചെയ്തു. കൊച്ചുണ്ടിയോ? കായംകുളം കൊച്ചുണ്ടി. എന്തൊക്കെ പേരയാൾക്ക്? അതെ അതെ. ഒന്ന് ചിരിച്ചോട്ടെ. നമ്മൾ നേരത്തെ ദേഷ്യപ്പെട്ട് വെച്ചാൽ കേക്ക്. ഞാനൊരു കാര്യം പറയട്ടെ കേക്ക്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മളോട് ബന്ധം മാത്രം വെച്ചിട്ട് നമ്മൾ മാത്രമേ ഫ്രണ്ട്സ് ഉള്ളെന്ന് പറഞ്ഞിട്ട് കേക്ക് എന്തിനാണ് ഈ യാസ്മിനുമായിട്ട് യാഷുമായിട്ട് മലയാളം മോളിൽ പോയി നിൽക്കുന്നത്? അപ്പം യാഷിന് കൊടുക്കുന്ന അതേ റെസ്പെക്റ്റും വാല്യൂ ആണ് നമുക്ക് തരുന്നത്. ചുമക്കുന്നു എന്തെങ്കിലും പറയുമ്പോൾ ചുമക്കുന്നു. അത് കളിയാക്കിയതാണോ നമ്മളെ? എന്നാണോ ഇപ്പൊ വിളിക്കുന്നത്? I have only 2 Ichains, that is Johnny Chain and Jockey Chain. അപ്പൊ ഇച്ചായൻ എന്താ വിളിക്കുന്നത് നിങ്ങൾ? പിന്നെ ആഷിനും നമുക്കും തരുന്ന ഒരേ കൈൻഡ് ഓഫ് ഇതാണോ, ട്രീറ്റ്മെന്റ് ആണോ? അങ്ങനെയല്ല. ഞാനും നമ്മുടെ ഓഫീസിലെ കുറച്ച് സ്റ്റാഫ്സ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ. എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടോ ആഷിം യാസ്മിനും കപ്പിളല്ലയോ? അവരുടെ ഇടയിൽ പോയിട്ട് കുട്ടിക്കുറങ്ങിന മാതിരി ഇരിക്കാക്ക് മുഴുവൻ പറയട്ടേക്ക്. ഞാൻ എന്റെ കുറച്ച് സ്റ്റാഫും കൂടി ജോലി അടിക്കാൻ വേണ്ടി ബീച്ചല്ല വെള്ളച്ചാട്ടത്തിൽ പോയി. നമ്മളെ വിളിച്ചില്ലേ കേട്ടോ ജോക്കി? നോട്ട്
ജോലി നിങ്ങളില്ലായിരുന്നു. ഞാൻ വിളിച്ചു, ഞാൻ ആദ്യം വിളിച്ചു നോക്കിയായിരുന്നു. അപ്പൊ നിങ്ങളില്ല. എടാ എന്തുവാടാ ഇവിടെ നടക്കുന്നേ? പോവോ? എന്തു ഇവിടെ നടക്കുന്നേ? എന്റെ പോയതോ എന്തോ പ്രശ്നം? നിങ്ങളില്ലായിരുന്നു. വിളിച്ചു നോക്കിയപ്പോ ആൾക്കാരില്ല. പ്രശ്നം വിഷമായി. പറ. ഇത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് നമുക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. സീരിയസ്ലി ഞാൻ പറയുവാണ്. എന്ത് പറഞ്ഞു ഞാൻ കേട്ടില്ല കേട്ടോ. കേക്ക് വെള്ളച്ചാട്ടം കാണാൻ പോയെന്ന്, ട്രിപ്പിൽ ജോളിയായിട്ട് പോയി നമ്മളെ വിളിക്കാതെ. എങ്ങനെ ഇല്ല, വിളിച്ചു. ഞാൻ വിളിച്ചപ്പോ അന്നാണ് ജോക്കി ചായൻ ടൂർ ചെയ്തത്. നമ്മളൊന്ന് വിളിക്കണം ടൂർ പോയില്ലേ? എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഞാൻ എന്നെ വിളിക്കാണ്ട് ഞങ്ങൾ എന്നെയും ജോണി ചായനെ വിളിക്കാണ്ട് ഒറ്റയ്ക്ക് ടൂർ പോയില്ലേ? ടൂർ പോയി 3 ദിവസത്തേക്ക്. അത് തിരക്ക് ബിസിനസ് ആവശ്യത്തിന് പോയി. അപ്പൊ നിങ്ങളില്ലായിരുന്നു. ഞാൻ വിളിച്ചപ്പോ നിങ്ങളില്ലായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത ആളെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? സ്റ്റാഫിന് എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? സ്റ്റാഫല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. എന്റെ പൊന്ന് കേക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ലോക ഉടായിപ്പാണ് കേട്ടോ. ഓ മൈ ഗോഡ്. എന്ത് അപവാദമാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ കേക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കാര്യം പോട്ടെ. നിങ്ങൾ ടി വി പിള്ളേരെ കൊണ്ട് പിള്ളേരെ കൊണ്ട് കറങ്ങാൻ പോകുമ്പോ എന്നെ വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതല്ലേ ഞാൻ ചെയ്തുള്ളൂ. അപ്പൊ അതുപോലെയാണല്ലേ നമ്മളെ കണക്കാക്കുന്നേ? അത്രേ ഉള്ളല്ലേ നിങ്ങൾ? അത്രേ ഉള്ളല്ലേ നമ്മളോടുള്ള ബന്ധം? അങ്ങനെയല്ല, നമുക്ക് മനസ്സിലായി. ഇത് ശരിയാവത്തില്ല ജോക്കി, അതങ്ങ് പറഞ്ഞു തരാം. കേക്കെ, നമ്മൾ ഈ ബന്ധം താൽക്കാലികമായി അല്ലെ വിച്ഛേദിക്കുകയാണ് കേക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോണി പാപ്പലും കൂടെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിസ്റ്റർ എക്സിന്റെ തലപ്പത്തിരിക്കുന്ന കേക്കെ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷെ നമ്മൾ ആരുമായിട്ട് നമ്മൾ കമ്പനി കൂടാറില്ല. നിങ്ങളാണെങ്കിൽ നമ്മളെ കിട്ടിയില്ലെങ്കിൽ കോഴി കിട്ടിയില്ലെങ്കിൽ മട്ടൻ കിട്ടുന്ന കല്ലിയോടോ, നമ്മൾ കിട്ടിയില്ലെങ്കിൽ ആശിനെ വിളിച്ചോണ്ട് പോണേ. അതെ, ആശ് വലിയ കയറി വന്നാന്ന് അവിടേക്ക്. ഞാൻ വിളിച്ചല്ല. ഈടോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കുന്നേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. നീ ആശും യാസ്മിനും കൂടെ മറ്റേ കപ്പിളുമായിട്ട് മലയാളം പോകുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ ഇടയ്ക്ക് കയറി പോകുന്നത്? നിങ്ങൾക്ക് പെണ്ണ് ദേവക്കുട്ടിയെ പ്രേമിച്ചുകൂടി? അതെ, ആ ചിരി നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ മോനെ? ഞാനൊരു കാര്യം പറയട്ടെ കേക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയുവാണെങ്കിൽ നിങ്ങള് ഒരു പടക്കമാണ്. അല്ല അല്ല പിന്നെ ഞാനിപ്പോ എന്തോ പിന്നെയൊക്കെ പറയണ്ടേ? അപ്പൊ നിങ്ങളൊക്കെ വാണെന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി നമ്മളെ വിളിക്കാതെ എവിടെ നിന്ന് പോയത് നമ്മൾ ഒരു വട്ടം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബന്ധം നിർത്തും കേട്ടോ. വിച്ഛേദിക്കും. ഞാനും തിരിച്ചു കേട്ടോ. എന്നെ വിളിക്കാണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിസ്റ്റർ എക്സിന്റെ മോളിൽ ഇരിക്കുന്നതിന്റെ നിങ്ങൾ ഇങ്ങനെ പിണങ്ങല്ലേ? എന്നോട് പിടങ്ങണ കുഴപ്പമില്ല. ഞാൻ പിടങ്ങിയ കുഴപ്പം. അതെന്ത് പരിപാടിയാണത്? ഇതിപ്പോ നമ്മൾ അടിച്ചു പോകുന്നു കേട്ടോ. പി എൽ കേറുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇറങ്ങി ഞാനൊരു കാര്യം പറയട്ടെ കേക്ക്. ഇപ്പൊ കേക്ക് ഇപ്പൊ എവിടെ ഉണ്ട്? ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ വിളിക്കാം. ആരുമായിട്ടാ മീറ്റിംഗ്? അത് ബിസിനസ് മീറ്റിംഗ് വിത്ത് മൂന്നാമത്തെ തവണ. പറ ആരുമായിട്ടാ? രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയാൻ പറ്റും അല്ലേ? പറയാൻ പറ്റും. പോയിട്ട് നമ്മളെ വിളിക്കണം കേട്ടോ. കഴിയുമ്പോ അപ്പനെ വിളിക്കുന്നു. ശരി പോക്കോ. ഓക്കെ. ഇയാള് ഫോൺ വെക്കത്തില്ലയോ? കട്ട് ചെയ്യുന്നില്ലയോ? ഒളിഞ്ഞു കേൾക്കാനാണോ ഇനിയും? ഈ കാട്ടുകള്ളനുണ്ടല്ലോ, ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ക്രൂവല ചെയ്തത് മോശമാട്ടോ. അത് ഭയങ്കര മോശം. അത് ജല ചെയ്തോ അതിനേക്കാളും മോശം. ഷൂന്നും പറഞ്ഞിട്ട് 2 മിനിറ്റ് അവിടെ പിടിച്ചിരുത്തി. സെയിൽ ചെയ്തതോ അതിനും മോശം. നമുക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനായിട്ട്? എന്തെങ്കിലും ഉണ്ടോ പുതിയതായിട്ട്? പുതിയതായിട്ട് കിട്ടിയില്ല. ഈ കേക്കയുടെ കാര്യം എന്റെ മനസ്സിൽ നിന്ന് തോന്നുന്നില്ല ജോക്കി. അയാളുടെ അവിടെ നിൽക്കുക. സെയിൽ എടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? അത് സെയിലോട് നീ എന്താ പറയാ? നമ്മള് കണിയാനായപ്പോ കൃഷ്ണൻ ഉണ്ടോന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ഞാൻ വരാന്ന് പറ. ഞാൻ കൃഷ്ണൻ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം പറയാൻ വരുമായിരുന്നു. അല്ല, കൃഷ്ണൻ ഇല്ലെങ്കിൽ കണ്ണാപ്പിയെ കൊണ്ടുവരാന്ന് പറഞ്ഞാലും വിളിച്ചോ? അയ്യോ, കൈ നടാ.
ആ ചിത്രഗുപ്തൻ അല്ല വർണ്ണഗുപ്തനാണ് അടുത്ത അളിഞ്ഞ തമാശ പോരട്ടെ. വർണ്ണഗുപ്തനാണ് സംസാരിക്കേണ്ടത്. ആര്? വർണ്ണഗുപ്തനാണ് സംസാരിക്കേണ്ടത്. ആ പറയൂ വർണ്ണഗുപ്തൻ, നിങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടോ അളിഞ്ഞ തമാശയുടെ സ്റ്റോക്കുകൾ? എന്താണ് സെയില ഈ പറയുന്നേ? കണിയാടം പോയപ്പോ കൃഷ്ണൻ ഉണ്ടായിരുന്നോ? കൃഷ്ണനുണ്ട്, കൃഷ്ണൻ ഇപ്പോഴും ഉണ്ട്. കാണണോ? കണി കാണണോ? അപ്പൊ നേരത്തെ അടിച്ചത് എന്ത് ഇയാളെന്തോ പമ്പര പോയി വട്ടത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സംസാരിക്കാൻ മനുഷ്യ ഇങ്ങോട്ട്. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. അപ്പൊ കേൾക്കുന്നുണ്ട്. കൃഷ്ണനുണ്ട്, കൃഷ്ണനുണ്ട്. കൃഷ്ണന്റെ തലേ മയിൽപ്പീലി ഉണ്ടോ? മയിൽപ്പീലി ഇല്ല, കിട്ടിയില്ല. നമ്മുടെ അടുത്ത് മയിൽക്കുറ്റിയുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയല്ലേ, അത് അന്നേരം വരത്തില്ല. അത് നല്ല സ്റ്റാൻഡേർഡ് സാധനമായിരുന്നു. അതൊന്നും പറയാനില്ല. മറ്റേ കണ്ണാപ്പിയെക്കാളിലും കൊള്ളായിരുന്നു. എന്നെ ഈ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കങ്ങ് ടെൻഷൻ ആയിപ്പോ. തലക്കകത്ത് ബ്രെയിനിലോട്ട് വരണ്ടേ ഇതൊക്കെ. എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. എന്റെ ഉള്ളെല്ലാം ഞാൻ സംസാരിച്ചു. പിന്നെ ഞാൻ നാറുമെന്ന് വിചാരിച്ച, പിന്നെ ആ മയിൽക്കുറ്റിയുടെ കാര്യം ഇവിടെ വളർന്നു തിരിഞ്ഞപ്പോഴേ ഓർത്തുപോയി. അപ്പൊ എന്തെങ്കിലും കൂടെ നമ്മൾ പറയണം കേട്ടോ. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് വിളിക്കണം. അവള് പറഞ്ഞു കേട്ടോ അളിഞ്ഞ കോമഡി. അവൾ അങ്ങനെ പറഞ്ഞു? പറഞ്ഞില്ലേ? ഇനി അയ്യോ ഇനി എന്ത് പറയും? വിളിച്ച് എന്നാ വിളി. ഇനിയിപ്പോ പറയാം. ബിസി ആയിരുന്നു കേട്ടോ. ഞാൻ പിന്നെയും വിളിച്ചു, പിന്നെ എടുത്തു കേട്ടോ. ഹലോ, മയിൽക്കുറ്റി ഉണ്ടോ അവിടെ? മയിൽക്കുറ്റി ഇല്ല, ഇവിടെ ബീഡിക്കുറ്റിയുണ്ട്. ഇനി വിളിക്കണ്ട കേട്ടോ. ഇനി വിളിച്ചാലും വിളിക്കണം. നാളെ വിളിക്കണം. പക്ഷെ വേറെ സാധനം ഉണ്ടായിരുന്നു. എന്താ അളിഞ്ഞ കോമഡി പറയാ? നീ വെച്ച സാമ്പാറല്ലോ. ഏത്? ഒരു മിനിറ്റ്, ഞാൻ കോമഡി അറിയാൻ വേണ്ടി നമ്പർ കേട്ടോ. ഇല്ല കേട്ടോ. ഞാൻ തരാം. സീന ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടോ? നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് വിളിക്കാം. 907 520 20 51 97 സൈല ജോണി ആയിരുന്നേ. നേരത്തെ വിളിച്ചപ്പം സൈല പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കോമഡി അളിഞ്ഞതാന്ന്. കേക്കുന്നുണ്ടോ? ആ അളിയാൻ സൈല വെച്ച സാമ്പാറല്ലല്ലോ ഇത്. അയ്യേ, ഇങ്ങനെയാണോ മനുഷ്യ? നമ്മൾ ജോണിന്നാണോ പറയുന്നത്? വർണ്ണഗുപ്തനല്ലേ നിങ്ങള്? പറയട്ടെ, ഇപ്പൊ ശരിയാകത്തില്ല ജോക്കി. അതിനാ ജോക്കി വിളിക്കാൻ പറഞ്ഞ ജോക്കി. ഇയാളൊരുമാതിരി. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ അറിയത്തില്ല കേട്ടോ. ഇങ്ങൾക്ക് കയറി ഇങ്ങോട്ട്. എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നേ? പലരും കാത്തിരിപ്പുണ്ടോ? തേങ്ങാക്കൊല. ഇയാൾക്കൊന്നും സംസാരിക്കാനും അറിയത്തില്ല ജോക്കി. അത് നമ്മൾ പറഞ്ഞ പേര് വിട്ടുപോയി. അതല്ലേ ഞാൻ ജോക്കിയോട് വിളിക്കാൻ പറഞ്ഞേ. ജോക്കി ചോദിച്ചൂടെ? അപ്പൊ ആ സൈല കേക്കത്തില്ലേ ജോക്കി? എന്റെ പൊന്നു മനുഷ്യ, ഫോൺ വിളിക്കുന്നതിന് മുന്നേ ചോദിച്ചൂടെ? അതെന്റെ അങ്ങോട്ട് കത്തി ഞാൻ ചിന്തിച്ചില്ല. ഫ്ലോയിലൊക്കെ തിരിച്ചു വിളിക്കുന്നു ജോക്കി. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോക്കി തിരിച്ചു വിളിക്കുന്ന ആ കൊച്ച് സ്പീക്കർ ഇട് കേട്ടോ. വർണ്ണഗുപ്തനാന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മതി. ഒന്നും കൂടെ അങ്ങോട്ട് വിളി. എടാ, ഇതിനകത്ത് സിറ്റിക്കകത്ത് വേറെ ഒന്നും ചെയ്യല്ല മോനെ. ഇത് തന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ ചെയ്ത്. ഹലോ സൈല, കേക്കാവോ? വിളിച്ചായിരുന്നോ? അതെ. എന്തുവാടാ പ്രശ്നം? ഇതെന്താണ് ഒരാൾക്കൂട്ടം സൗണ്ട് കേൾക്കുന്നേ? ഒന്ന് മാറി. എന്തുവാ ആളെ കൂട്ടി എന്തോ പറയാൻ വേണ്ടി വന്നേ കേട്ടോ. ചോറ് വെച്ചിട്ട് പരിപ്പ് കറിയാ. ഇയാൾ ചോറ് വെച്ചിട്ട് പരിപ്പ് കറിയല്ലേ എങ്ങനെ എന്തോ പറഞ്ഞേ. അത് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടേ കൂട്ടത്തോട് ആളെ വിളിച്ചത്. അത് കാരണം കേട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രൂരയുടെ കാര്യം. കൊച്ചു ഭയങ്കരമായിട്ട് അങ്ങ് അഹങ്കരിച്ചു പോയി. അഹങ്കരിച്ചു. അപ്പൊ ക്രൂവല കൊള്ളത്തില്ല പാപ്പ. ക്രൂവല വേണ്ട കേട്ടോ. സിറ്റിയിലോട്ട് പോയിട്ട് 2 പെമ്പിള്ളാര് പുതിയ പരിചയപ്പെടുന്നു.